ഹായ് നമസ്കാരം. ക്രോഷ്യ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഡബിൾ ക്രോഷ്യാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് നിർത്തിയിട്ടുള്ളത്. അത് ഇനി നമ്മൾ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ലാസ്റ്റ് 2 ലൂപ്പ് നിർത്തിയിട്ട് വേണം കളർ ചേഞ്ച് ചെയ്യാൻ. അതായത് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് പുൾ ത്രൂ യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്പ്, അത് കഴിഞ്ഞ് 2 ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ അടുത്ത നൂലെടുത്ത് ഈ 2 ലൂപ്പിൽ കൂടെ പുറത്തു കൊണ്ടുവന്ന് ഒരു ചെയിൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രിപ്പിൾ ക്രോഷ്യയാണ്. ട്രിപ്പിൾ ക്രോഷ്യയ്ക്കും നമ്മൾ 2 or 3 ചെയിൻ എടുക്കാം. അത് നമ്മുടെ നൂലിൻ്റെ സൈസ് അനുസരിച്ച്. ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ 2 ചെയിനോ 3 ചെയിനോ എടുക്കാം. അപ്പോൾ ഞാൻ 3 ചെയിൻ എടുത്തിട്ടുണ്ട്. ടേൺ ചെയ്യുക, യാൺ ഓവർ 2 പ്രാവശ്യം ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. 2 പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്യണം. 1 2. എന്നിട്ട് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു വട്ടം പുറത്ത് കൊണ്ടുവന്ന് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൽ കൂടെ പുറത്ത് കൊണ്ടുവന്ന് യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്പിൽ കൂടെ പുറത്ത് കൊണ്ടുവന്ന് യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്പ്. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഒന്നുകൂടെ കാണിക്കാം. ചെയിൻ 3, ടേൺ, യാൺ ഓവർ ട്വൈസ്, ഇൻസേർട്ട് ഹുക്ക്, പുൾ ത്രൂ. ഇപ്പോൾ ലൂപ്പിൽ 4 ഹുക്കിൽ 4 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്പ്. ഇപ്പോൾ 3 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്പ്. ഇപ്പോൾ 2 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2 ലൂപ്പ്. ഇത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ചെയിൻ കൂട്ടോ ഉറക്കുകയോ ചെയ്യാം. 3 ചെയിൻ വേണ്ടി വരും. യാൺ ഓവർ ട്വൈസ്, pull through 2 loop, yarn over, pull through 2 loop, yarn over, pull through 2 loop. ഗ്യാപ്പ് ഉണ്ട്, ഇത്രയും നീളം വരും. yarn over twice, pull through, yarn over, pull through 2 loop, yarn over, pull through 2 loop, yarn over, pull through 2 loop. 3 പ്രാവശ്യം 2 ലൂപ്പിൽ കൂടെ കൊണ്ടുവരണം. Twice, two loop, twice, pull through, yarn over, pull through 2, yarn over, pull through 2, yarn over, pull through 2. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുന്ന സൈഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇവിടം വരെയാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഇതൊരു സിംഗിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലൂപ്പ് ഹുക്കിലുണ്ടായിരിക്കുമ്പോൾ കളർ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ചെയിൻ 1 ടേൺ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ അങ്ങ് പഠിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഓരോ പ്രോജക്റ്റ് നമുക്ക് പാറ്റേണുകൾ ഇത് ഇത്രയും വെച്ച് നമുക്ക് പാറ്റേണുകൾ ചെയ്യാൻ പറ്റും.
അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ പഠിച്ചു പോവാം. ക്ലസ്റ്ററൊക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് എന്തുവാണെന്ന് പഠിപ്പിക്കാം. ഡബിൾ ട്രബിൾ ക്രോഷ്യ എന്താണെന്ന് ഇപ്പം നോക്കാം. അതിന് നമ്മൾ 3 ചെയിൻ എടുക്കുക. ഒരു ചെയിൻ എടുത്ത് ടേൺ ചെയ്തിട്ട് ബാക്കി ചെയിൻ ചെയ്താലും മതി. 3 ചെയിൻ എടുത്തു. ഡബിൾ ക്രോഷ്യയും ട്രബിൾ ക്രോഷ്യയും ചേർന്നതാണ് ഡബിൾ ട്രബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യയ്ക്ക് 1 യാൺ ഓവർ, ട്രബിൾ ക്രോഷ്യയ്ക്ക് 2 യാൺ ഓവർ. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പുണ്ട്. ചെയിൻ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ 2, യാൺ ഓവർ പുൾ ത്രൂ 2, യാൺ ഓവർ പുൾ ത്രൂ 2, യാൺ ഓവർ പുൾ ത്രൂ 2. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. 1 2 3. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പാണ് ഉള്ളത്. ഇൻസേർട്ട്, യാൺ ഓവർ പുൾ ത്രൂ. ഇപ്പം 5 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2. ഇപ്പം 4 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2. ഇപ്പം 3 ലൂപ്പുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ 2. 2 ലൂപ്പാകുമ്പോൾ യാൺ ഓവർ പുൾ ത്രൂ 2. ഇതാണ് ഡബിൾ ട്രബിൾ ക്രോഷ്യ. ഇനി നമുക്ക് എത്ര ചുറ്റി വേണമെങ്കിലും ചുറ്റിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് ട്യൂണിക്ക്, സമ്മർ ടോപ്പൊക്കെ ചെയ്യുമ്പം ഇതേപോലെ ഇത്രയും വിടവ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് 2 3 4 ലൂപ്പ് ഉണ്ടായിരിക്കും. ഡബിൾ ക്രോഷ്യയുടെ 1 യാൺ ഓവർ, ട്രബിൾ ക്രോഷ്യയുടെ 2 യാൺ ഓവർ. 4 ലൂപ്പാണുള്ളത്. ഇൻസേർട്ട്, 1 2 3 4 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യണം. ഇത്രയാണ് നമ്മുടെ ബേസിക് ക്ലാസ്. ഇനി നമ്മൾ പാറ്റേൺ ചെയ്യുമ്പം ബാക്കി ഇതൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചു തരാം. നമ്മൾ ആദ്യം പഠിച്ചത് ചെയിൻ സ്റ്റിച്ചാണ്. CH എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഡയഗ്രാം തന്നിട്ടും നമുക്ക് പാറ്റേണൊക്കെ ചെയ്യാൻ പറ്റും. ചെയിനിന് നമ്മൾ ഇതേപോലെ റൗണ്ട് ഓവലാണ് കൊടുക്കുന്നത്. സിംഗിൾ ക്രോഷ്യ SC, X അല്ലെങ്കിൽ പ്ലസ്. ഹാഫ് ഡബിൾ ക്രോഷ്യ HDC, T. ഡബിൾ ക്രോഷ്യ DC. നമ്മൾ ഒരു ലൂപ്പല്ലേ ഹുക്കിലെടുക്കുന്നത്, അതിന് ടീയുടെ കൂടെ ഒരു വരയും കൂടെ കൊടുക്കും. ട്രബിൾ ക്രോഷ്യ TR. നമ്മൾ ഹുക്കിൽ 2 ലൂപ്പ് എടുക്കുന്നതിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഡബിൾ ട്രബിൾ ക്രോഷ്യ DTR. 1 2 3 യാൺ ഓവർ ചെയ്യുന്നതിന് 3 വര കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് എന്താണെന്ന് നമുക്ക് പാറ്റേണൊക്കെ പഠിക്കുമ്പോൾ പഠിക്കാം. ഇതൊക്കെ എന്താണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.